പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ 2 പേർ പിടിയിൽ. മഞ്ചേശ്വരം കേതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദിൻ, റിസ്വാൻ എന്നിവരാണ് പിടിയിലായത്. 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെ മംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇത് ഈ വിവാഹ വാഗ്ദാനം നൽകി അതല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള പീഡനം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതെങ്ങനെയാണ് ഈ പീഡന പരാതി പോലീസിന് മുൻപാകെ വരുന്നത്? പെൺകുട്ടികൾ നേരിട്ട് പരാതി നൽകുകയായിരുന്നോ അതോ ഇവരുടെ കുടുംബമാണോ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്? ടോമെ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത്. അതായത് ഒരേ വീട്ടിലെ 2 പെൺകുട്ടികളെ, 14ഉം 16ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ ഇത്തരത്തിൽ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെടുകയും പിന്നീട് ഇവരെ മംഗളൂരുവിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതി. അതായത് ഈ പെൺകുട്ടികളെ കാണാനില്ല എന്നായിരുന്നു ആദ്യം പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയത്. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പെൺകുട്ടികൾ മംഗളൂരുവിലുണ്ടെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ മംഗളൂരുവിലെ ലോഡ്ജ് മുറിയിൽ നിന്നാണ് ഇവരെ ഈ സംഘത്തെ പിടികൂടുന്നത്. ഏതായാലും മഞ്ചേശ്വരം കേതമ്പാടി സ്വദേശികളായ മുഹമ്മദ് സാദിൻ, അതോടൊപ്പം റിസ്വാൻ, ഇങ്ങനെ 2 പേരാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പിടിയിലായത്. 14 വയസ്സുള്ള പെൺകുട്ടിയുമായാണ് ആദ്യം ഈ യുവാക്കൾ ഈ സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർക്ക് പ്രലോഭനം ഒക്കെ നൽകി ഇവരെ മംഗളൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. കാറിൽ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 14ഉം 16ഉം വയസ്സുള്ള ഒരേ വീട്ടിലുള്ള 2 പെൺകുട്ടികളെ ഇത്തരത്തിൽ കൊണ്ടുപോയി മംഗളൂരിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ഏതായാലും ഈ 2 പേരെയും ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ കാഞ്ഞങ്ങാട് DYSP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ദിനേശ് ആണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഇവർ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ബൈജു? ഇതിനു മുൻപ് ഏതെങ്കിലും സമാനമായ രീതിയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടോ? മാത്രമല്ല, ഇങ്ങനെ ഒരു പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളാണ് ഇവർ കടത്തിക്കൊണ്ടുപോയത്. ഇവർക്ക് മറ്റാരുടെങ്കിലും സഹായം ഉണ്ടായിരുന്നോ? ഇവരുടെ ലക്ഷ്യം ഈ പെൺകുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നതിനപ്പുറം മറ്റേതെങ്കിലും രഹസ്യ അജണ്ട ഇതിന് പിന്നിലുണ്ടായിരുന്നോ? ടോമെ, മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയെന്നാണ്. ഈ 14, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 14 വയസ്സുള്ള പെൺകുട്ടിയെയാണ് ഇവർ ആദ്യം സ്നാപ്ചാറ്റിലൂടെ കെണിയിൽ വീഴ്ത്തുന്നത്. പിന്നീട് ഈ 14 വയസ്സുകാരുടെ അതേ വീട്ടിലുള്ള 16 വയസ്സുള്ള പെൺകുട്ടിയെയും ഇവർ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് മംഗളൂരിൽ കൊണ്ടുപോകുന്നു. കാറിലാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് ഈ പീഡനം നടന്നത്. അതിൽ ഈ കുടുംബം ഇങ്ങനെ കാണാനില്ല എന്നായിരുന്നു ഇതിൽ ആദ്യം പരാതി ഉണ്ടായത് ഹോസ്ദുർഗ് പോലീസിൽ. പിന്നീടാണ് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടികളോടൊപ്പം ഈ 2 പേരും ഇങ്ങനെ ഉണ്ട് എന്ന വിവരം പോലീസിന് വിവരം കിട്ടുന്നത്. ഈ പ്രതികളെ കുറിച്ച് മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ ഇനി പുറത്തറിയാനുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഈ പെൺകുട്ടികളെ ഇത്തരത്തിൽ ഇവർ പരിചയപ്പെട്ടു. പിന്നീട് ഇവർ കാറിൽ ഈ 2 പേരെയും മംഗളൂരിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നുമാണ് ഈ പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അത് സംബന്ധിച്ച് വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി കൃത്യം അത്ര ശാസ്ത്രീയമായ തെളിവുകളോട് തന്നെയാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ ഹോസ്ദുർഗ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പോലീസിന് ഇനി അന്വേഷണം നടത്താനുണ്ട്. ഇവർ ഇത്തരത്തിൽ മറ്റ് കുട്ടികളെയും വശത്താക്കി അല്ലെങ്കിൽ കെണിയിലാക്കിയോ എന്നാണ് പോലീസ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. നേരത്തെയും നമ്മൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി, സ്നാപ്ചാറ്റ് പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് പലയിടത്തും പിടിയിലായിരുന്നു. പക്ഷേ ഒരേ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ 14ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികൾ എന്നതാണ് ഈ സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാസർഗോഡ് നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതും. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഒരേ വീട്ടിലെ 2 പെൺകുട്ടികളെയാണ് ഈ യുവാക്കൾ പ്രണയം നടിച്ച് മംഗലാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തത്. പ്രതികൾ കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.